ഡ്യൂ ഡേറ്റ് റിവീൽ കുറെ ആള് ചോദിക്കുന്നുണ്ട്. ചേച്ചിയുടെ ഡേറ്റ് എപ്പോഴാ, ചേച്ചിയുടെ മാസം എത്രയാന്ന്. മേഡം എന്താണ് വേണ്ടത്? ഏത് ബാഗാണ് നിങ്ങൾ നോക്കുന്നത്? ഞാൻ നോക്കി വെച്ച ബാഗായത്. ദിസ് വൺ. ചേട്ടാ വരുന്നാ? ടി വി ആറ്റം അമ്മമ്മേനെ പറ്റിച്ചിട്ടിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മൂക്ക് മുറിക്കൂ. ഗൈസ്, ഒരുത്തി നമ്മളിപ്പോ സ്കൂളിൽ പോകുമ്പോ ബുക്കെല്ലാം എടുത്തു വെച്ചിനോ ഹോംവർക്ക് എല്ലാം ചെയ്തിനോ നോക്കൂലേ, ആ ടെൻഷനിലാണല്ലേ. ഡോക്ടറെ അടുക്ക പോകുമ്പോ അപ്പഴാ ഷീട്ടെല്ലാം എവിടെയാണല്ലേ, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഉണ്ടോ, ഞാൻ ആടെ പോയാൽ കൂട്ടം കിട്ടുവോ ഈ സാധനം എടുത്തിട്ടില്ലെങ്കിൽ. സെയിം യൂണിഫോം ഇട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഡ്യൂ ഡേറ്റ് ഡോക്ടർ 22 പറഞ്ഞിന്. ഡ്യൂ ഡേറ്റ് റിവീൽ കുറെ ആള് ചോദിക്കുന്നുണ്ട്. ചേച്ചിയുടെ ഡേറ്റ് എപ്പോഴാ, ചേച്ചിയുടെ മാസം എത്രയാന്ന് പറഞ്ഞിട്ട് കുറെ ആള് കമന്റ്. പണ്ട് ഇതിലെടുത്ത ഫുള്ളതേ കമന്റ് ഉള്ളു. അപ്പൊ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ച്. ഒന്നുമില്ല, ഡേറ്റ് 22-നാണ്. ഡോക്ടർ 22 അഡ്മിറ്റ് ആക്കി 23 പ്രസവിച്ചിട്ട് ഞാൻ പോയിക്കോന്ന് പറഞ്ഞേ. ഓണത്തിന് മുമ്പ് വീട്ടിൽ പോകും. അറിയില്ല, ലാസ്റ്റ് ചെക്കപ്പ് അത് നമ്മളല്ലേ. ഇനി അടുത്തത് പ്രസവിക്കാൻ പോയാൽ മതിയായിരിക്കണം. ഇനി ഡേറ്റിന് 22-ന് ഒരാഴ്ച കുറച്ചല്ലേ ഉള്ളൂ. ഒന്ന് പ്രസവിച്ചാ മതിയായിരുന്നു. എന്നാ വെച്ചാല് ഇവിടെ കാല് പിടിച്ചു കൊടുത്ത് രാത്രി മടുത്ത് എന്റെ കൈവേന എടുക്കാൻ തുടങ്ങി. ഇനി കാല് പിടിച്ചെടുക്കണ്ടല്ലോ. അപ്പൊ എനക്കുള്ള വേദനയൊന്നു എനിക്കുള്ള വേന പോലെ എനിക്ക് കൈവേന എടുക്കുന്നില്ലേ? കാല് വേദന സാധാരണ അല്ലേ പ്രസവത്തില്? പ്രസവിക്കുന്നവരെയാ പിടിച്ചു തരൂ. അത് കഴിഞ്ഞാ പിന്നെ എല്ലാം കണക്കല്ലേ. ജീവിതകാലം മൊത്തം ഞാൻ പിടിച്ചു കാല്. ഇപ്പൊ തന്നെ പറഞ്ഞാല് ഒരു 100 പ്രാവശ്യം പറയണം. ഒന്നാമത് എനിക്ക് കഴുത്ത് വേനയാ. ഇവിടെ കുനിഞ്ഞു നിന്ന് കാല് പിടിച്ചു കൊടുക്കുമ്പോ എന്റെ കഴുത്ത് വേന നടക്കും. പിന്നെ എന്റെ കഴുത്ത് ഇവിടെ പിടിച്ചായിരുന്നു. എന്നെക്കാട്ടും നല്ല ആരും പിടിച്ചേക്കാണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് പോകുന്നതല്ലേ. അങ്ങനെ നമ്മൾ എത്തി. ഈ മഴക്കാറൊക്കെ ഇപ്പുറത്ത് വെയിലും മഴക്കാറും. ഈ സെൻട്രലിലെ ഈ റോഡ് കണ്ട ഇവിടെ പണി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ പാർക്ക് ചെയ്യുക. ഇവിടെ പാർക്ക് ചെയ്താൽ നേരെ അതിലോട്ടം കയറി പോകാലോ. അല്ലെങ്കിൽ പാർക്കിങ്ങിന് അപ്പുറം പോകണം. ഇവിടെ പ്രസവം കഴിയുന്നവരെ ഇത് പണി കഴിയൂലാന്ന് തോന്നുന്നു. അതുവരെ ഇവിടെ പാർക്ക് ചെയ്യാം. കണ്ണൂർ വിംസിൽ നിങ്ങൾ OP കാണിക്കണമെങ്കിൽ പാർക്കിംഗ് കിട്ടണമെങ്കിൽ നേരത്തെ വരുക. അല്ലെങ്കിൽ ഒരു 11 മണിയെല്ലായാല് പിന്നെ നോക്കണ്ട. അവിടെ കാത്ത് ഒരാൾ വണ്ടിയിൽ അവിടെ ഇരുന്നാലേ കാണിക്കല നടക്കുള്ളൂ. അത്രക്ക് തിരക്കാം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായല്ലോ മുന്നു. ആ ഗ്യാപ്പിന് കണക്കായിട്ട് നിർത്തിയാ കറക്റ്റ് പോവാ. ഇതാ ഗ്യാപ്പ്. ആ കറക്റ്റ് ഗ്യാപ്പ് ഇതാ. ഞാൻ സീനിയർ ഡ്രൈവറാ അല്ലേ. അങ്ങനെ വിശാലമായ നടു റോഡ് പാർക്കിംഗ്. കറക്റ്റ് നടു റോഡിൽ കുഞ്ഞു ഇറങ്ങി. കനാല് ഞാൻ നല്ല ലുക്കല്ലേ. സീനി ഞാൻ നല്ല ലുക്കാണല്ലോ. അതെനിക്കൊരു കുശുമ്പല്ലേ. വണ്ടി ഇവിടുന്ന് കടക്കലാണ് സീൻ. അറഞ്ച് പുറഞ്ഞ വരും. ഒരു ഗർഭിണിയാണെന്നുള്ളൊരു പരിഗണന അല്ലേ. ഇനി ഗർഭിണി കൂടി അല്ലെങ്കിൽ എങ്ങനെയാ മുന്നു? ഗൈസ്, ഇവിടെ ഈ ലിഫ്റ്റ് ഗൈനക്കോളജിയിൽ മാത്രമേ വേണ്ടിയിട്ടില്ല അല്ലേ. ഗർഭിണികൾ കാത്തിക്കണ്ട് ലിഫ്റ്റിന്. കറക്റ്റ് നേരെ ഇത് ഗൈനക്കോളജിൻ്റെ ഉള്ളിലേക്ക് എത്തും. നേരെ OPയിലേക്ക് എത്തുക. ഇതാണ് നമ്മുടെ ഡോക്ടർ. മധുരം കഴിക്കുന്നില്ലല്ലോ. ഷുഗർ നമ്മൾ നോക്കിയപ്പോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ. നോക്കാം. ചെറുതോട് പോയി. ശരി, ഇതെല്ലാം ഓക്കെയാണ്. ഷുഗർ എല്ലാം ഓക്കെയാണ്. പുറമേലുണ്ടാവുമോ? കണ്ണൂരിലെ തലശ്ശേരി പുറമേ ഉണ്ടാവില്ല മേടിച്ചിട്ട് ഇടുന്ന ഇത്രയും വെയിറ്റ് ചെയ്ത്. ഓക്കെ, താങ്ക് യു. കാഴ്ച തന്നെ ഇപ്പോൾ ഒരു വണ്ടി അടിച്ച് മയ്യത്താക്കുവേനും. ഭാഗ്യം ഞാൻ രക്ഷപ്പെട്ട്. നല്ല ആവിയിലിട്ട് പുഴുകുന്ന പോലെ ഉണ്ടല്ലേ. മഴ പെയ്താ ഒടുക്കത്തെ മഴ, വെയിൽ വന്നാ ഒടുക്കത്തെ വെയില്. അങ്ങനെ നമ്മള് ഡോക്ടറെ കാണിച്ച്. ഡോക്ടറെ കണ്ടാൽ തന്നെ ഒരു സമാധാനം അല്ല മുന്നു. ഒരു ഭയങ്കര ഒരു ഡോക്ടറാണ്. പീസ്ഫുൾ ഡോക്ടറാണ്. 22 എന്നുള്ള ഡേറ്റ് 21-ലേക്ക് മാറ്റി. 21-ന് പെട്ടിയെല്ലാം എടുത്ത് വന്നോന്ന് പറഞ്ഞിനി. പക്ഷെ ഉറപ്പില്ലല്ലോ അല്ലേ അഡ്മിറ്റ് ആക്കുന്നു. 80% ഉറപ്പ്, 20% ഉറപ്പില്ല. പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ എന്ന് പറഞ്ഞേ. പെട്ടി ഇപ്പൊ തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചോന്ന് പറഞ്ഞിന്. പെൽവിക് ഏരിയയില് ഭയങ്കര വേദന. അപ്പൊ അതിനൊരു മരുന്ന് തന്നിട്ടുണ്ട്. ഓണത്തിനുള്ളിൽ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും നമുക്കിപ്പോ കൺഫേം ആയിട്ട് പറയാൻ പറ്റൂല. ഒരു സ്കാനും കൂടെ എടുക്കണം. അപ്പം അതെല്ലാമാണ് പ്രഗ്നൻസി
വിശേഷങ്ങൾ. പിന്നെ ഗേൾ ഓർ ബോയ് എന്തായാലും നിങ്ങൾ കുറെ ആൾക്കാർ കമന്റ് ഇടും, നമുക്കും അറിയില്ല. അങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ അതിനോടൊന്നും നമുക്ക് ഗേൾ വേണോ ബോയ് വേണമെന്നൊന്നും നമുക്കൊന്നുമില്ല. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ആടെ തന്നെ ഉണ്ട് ബോയ് വേണമെന്ന് പറഞ്ഞിട്ട്, മോന് ബോയ് വേണമെന്ന്, അവന് കളിക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും കളിക്കണമെങ്കിൽ നല്ലോണം കളിക്കോടാന്ന്. അപ്പം ഇനി എന്നാ പരിപാടി? നെക്സ്റ്റ് എങ്ങോട്ടാ? ഒരു ബാഗ് വാങ്ങണം. ഒരു പർച്ചേസ് ഉണ്ട്. എന്റെ ഭാര്യക്ക് ഒരു ഗിഫ്റ്റ്. പ്രസവിക്കാൻ പോകുന്നതിന് ഗിഫ്റ്റ് എന്തെങ്കിലും പറയാം, അതിന്റെ പേരുണ്ടാവുന്നു, പ്രത്യേകിച്ച് ഒന്നും പറയില്ലല്ലേ. ആ പ്രസവ ഗിഫ്റ്റ് ഒരു ബാഗ്, ഹാൻഡ് ബാഗ്. കുറെ ദിവസമായി പറയുന്നത് പോയി മേടിക്കണം. അടുത്ത് മേടിക്കുന്നത് മാട് പോയി മേടിക്കാം അല്ലേ. മെട്രൻസ് പോയിട്ടാണ് നമ്മൾ ബാഗ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ബാഗ് നല്ല അടിപൊളി ബാഗായിരുന്നു, നല്ല ഡിസൈനാണ് മെട്രൻസിൽ. പക്ഷെങ്കിൽ ക്വാളിറ്റി വിചാരിച്ച അത്ര പൈസക്കുള്ളതിനില്ല. പക്ഷെ നല്ല ഡിസൈന് വേണ്ടി അവിടെ പോകുന്നേ അല്ലേ. നല്ല ഡിസൈൻ ഉണ്ട്. മാഡം എന്താണ് വേണ്ടത്? ഏത് ബാഗാണ് നിങ്ങൾ നോക്കുന്നത്? ഞാൻ നോക്കി വെച്ച ബാഗായത്. ദിസ് വൺ എങ്ങനെയുണ്ട്? വെള്ള ഇത് രസമല്ല അല്ലേ. വേറെ ഏതാ പിന്നെ? മീഡിയം സൈസാ? ഇതെല്ലാം മീഡിയം സൈസല്ലേ വരുന്നത്. പിന്നെ അതിനല്ലേ എൻ്റെ അടുക്കില്ല. ഇത് കാലാകാലം സ്കാനിങ് റിപ്പോർട്ട് പോവാം. കഴിഞ്ഞ് 5 ദിവസം കൊണ്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ആരെ സ്കാനിങ് കൊണ്ടുപോകുന്നു? വെള്ളേ നൈസ് കേട്ടോക്കിയാ. അങ്ങനെ ബാഗ് വാങ്ങി. എന്റെ സെലക്ഷനാണ്. എങ്ങനെയുണ്ട്? എന്താ മോനെ സാധനം. എന്റെ സെലക്ഷനാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ. നല്ല ഡിസൈനാ. പക്ഷെ എത്ര ദിവസം നിൽക്കുന്നു ദൈവത്തിനറിയാം. കുഴപ്പമില്ല. പക്ഷെ ഒരു 6 മാസം ഗ്യാരണ്ടി ആയിരുന്നുള്ളൂ. അങ്ങനെ പുതിയ ബാഗായി. ഇനി സന്തോഷത്തോടെ പ്രസവിച്ചൂടെ? ഹായ്, എന്ത് ചെയ്ത് ഇത്ര നേരം? എത്ര നേരം TV കണ്ട്? എത്ര നേരം പഠിച്ച്? എത്ര നേരം കളിച്ച്? പഠിക്കലാന്ന സാധനം.